ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് കുറച്ച് അപേക്ഷകരുടെ എണ്ണം അറിവായിട്ടുണ്ട്. വാച്ച്മാൻ ഉൾപ്പെടെയുള്ള അപേക്ഷകരുടെ എണ്ണമാണ് എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് വാച്ച്മാന്റെയും സ്ട്രോങ് റൂം ഗാർഡിന്റെയും എണ്ണം എത്രയാണ്, എത്ര അപേക്ഷകരുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു അപേക്ഷകരുടെ എണ്ണം ഉൾപ്പെടെ നമുക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. അതുപോലെ തന്നെ പരീക്ഷ എന്നായിരിക്കും എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ അപേക്ഷകരുടെ എണ്ണത്തിലേക്ക് പോകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലർക്ക് അപേക്ഷകളുടെ എണ്ണം എത്രയാണ്? 15,393 15,393 അപേക്ഷകരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലർക്ക് അപേക്ഷകരായിട്ടുള്ളത്. നമുക്കറിയാം 113ഓളം വേക്കൻസികൾ എന്ന് പറഞ്ഞെടുത്തത് ഇപ്പോ 158ഓളം വേക്കൻസികളിലേക്ക് എത്തിയിട്ടുണ്ട്. 158 വേക്കൻസികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലർക്ക് അപേക്ഷകൾ എന്ന് പറയുന്നത് 15,393 ആണ്. 158 ഒഴിവുകളും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്ട്രോങ് റൂം ഗാർഡ് ആണ്. സ്ട്രോങ് റൂം ഗാർഡ് അപേക്ഷകർ 2,978 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. സ്ട്രോങ് എഴുതിയത് സ്ട്രോങ് എന്ന് വായിച്ചാൽ മതി. സ്ട്രോങ് റൂം ഗാർഡ് അപേക്ഷകർ 2,972 പേരാണ്. 9 ഒഴിവുകളാണുള്ളത്. 9 ഒഴിവ്. ആ ഒഴിവുകൾ കൂടും. നിലവിൽ 2,972 അപേക്ഷകരാണ് ഈ ഒരു സ്ട്രോങ് റൂം ഗാർഡിന് അപേക്ഷകരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്, ഒരേ യോഗ്യതയുള്ള 2 തസ്തികകളാണ്. അപേക്ഷകരുടെ എണ്ണം നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ ഇവിടെ സ്ട്രോങ് റൂം ഗാർഡിന് 2,972 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. ഒഴിവുകൾ ഒഴിവുകൾ കുറവാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നിയമനം കിട്ടും. ഇനി പ്യൂണിന്റെ അപേക്ഷകർ നമുക്കറിയാം 13,356 അപേക്ഷകരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്യൂണിന് ഉള്ളത്. 13,356. 14 ഒഴിവുകളാണ് ഉള്ളത്. 14 ഒഴിവുകൾ. ഓക്കെ, ഒഴിവുകൾ കൂടും. 14 ഒഴിവുകൾ അതിലും എന്താണ് കൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെൽപ്പർ പ്രസ് അപേക്ഷകർ 609 അപേക്ഷകരാണ്. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. ഹെൽപ്പർ പ്രസ് 609 അപേക്ഷകരാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ, പലരും ആകാംക്ഷയോടെ ചോദിക്കുന്ന വാച്ച്മാൻ തസ്തികയിലേക്ക് 3,564 അപേക്ഷകരാണുള്ളത്. 3,564 അപേക്ഷകരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. നിലവിൽ 38 ഒഴിവുകളാണുള്ളത്. 38 ഒഴിവുകളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ളത്. 3,564 അപേക്ഷകരാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് 4,838 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. 4,838 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. ഒരു ഒഴിവാണ്. ഒരു ഒഴിവല്ല, ഒഴിവ് കൂടും. നമുക്ക് താൽക്കാലികക്കാർക്ക് 15ഓളം ഒഴിവുകൾ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് ബൈ ട്രാൻസ്ഫർകാർക്ക് മാത്രം 8 ഒഴിവുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഒഴിവുകൾ എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്കിന് വരും. ബൈ ട്രാൻസ്ഫറിന് 8 ഒഴിവുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഒഴിവുകൾ എന്താണ്? ബാക്കി ഒഴിവുകൾ നമ്മുടെ അല്ലാതെയുള്ള നമ്മുടെ ഒരു 7ഓളം ഒഴിവുകളെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ കിട്ടുന്നുണ്ട്. സാധാരണ LD ക്ലർക്ക് ഡയറക്റ്റ് അപേക്ഷകർക്ക് കിട്ടും. ഇപ്പൊ 4,838 അപേക്ഷകരാണ് ഉള്ളത്. അതുപോലെ കൂടൽമാണിക്യം ദേവസ്വം LD ക്ലർക്ക് 3,022 അപേക്ഷകരാണുള്ളത്. 3,022 അപേക്ഷകളാണ്. ഒരു ഒഴിവാണുള്ളത്. ഒരു ഒഴിവിന് 3,022 അപേക്ഷകരാണുള്ളത്. അവിടെയും ഒരു 3-4 ഒഴിവുകൾ എന്തായാലും വരും. അതുപോലെ കൊച്ചിൻ ദേവസ്വം കഴകം അപേക്ഷകർ 466 പേരാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കുള്ള കഴകം അപേക്ഷകർ 466 പേരാണ്. 15 ഒഴിവുകളാണുള്ളത്. എത്രയാണ്? 15 ഒഴിവുകളാണുള്ളത്. അപ്പൊ ഇത്രയും നിങ്ങൾ നോക്ക്, 15 ഒഴിവുകളാണുള്ളത്. അതുപോലെ പ്രൈമറി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം 978 അപേക്ഷകരാണ്. പ്രൈമറി ടീച്ചർ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 978 അപേക്ഷകരാണ്. പ്രൈമറി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം 978 അപേക്ഷകർ. അതുപോലെ ശാന്തി കൊച്ചിൻ ദേവസ്വം ശാന്തി അപേക്ഷകർ 525 കൊച്ചിൻ ദേവസ്വത്തിലേക്കുള്ള ശാന്തിയുടെ അപേക്ഷകർ 525 പേരാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട തസ്തികകളിലേക്കുള്ള എന്താണ് ഒഴിവുകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 15,393 1,00,000 മുകളിൽ അപേക്ഷകരുണ്ടായിരുന്നിടത്താണ് 15,393 ആയത്. അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന സ്ട്രോങ് റൂം ഗാർഡിനും ഒഴിവുകളുടെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. പ്യൂണ് 14 ഒഴിവുകളുണ്ട്. 13,356 ഒഴിവുകൾ. ഹെൽപ്പർ 609. നിങ്ങൾക്ക് വാച്ച്മാൻ ആകെ 3,564 അപേക്ഷകർ മാത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് 4,838 അപേക്ഷകൾ മാത്രമാണ്. അതുപോലെ കൂടൽമാണിക്യം 3,022, കഴകം 466, പ്രൈമറി ടീച്ചർ ഗുരുവായൂർ 978, ശാന്തി കൊച്ചിൻ ദേവസ്വം 525.
ഇതാണ് നമ്മുടെ അപേക്ഷകരുടെ കണക്ക് എന്ന് പറയുന്നത്. അപേക്ഷകരുടെ കണക്ക് എല്ലാവരും പൊതുവായി എഴുതുന്ന അപേക്ഷകരുടെ കണക്കാണ് ഈ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇത്രയും ആളുകൾ നല്ല രീതിയിൽ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. പരീക്ഷ എന്നായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മിക്കവാറും ജനുവരി മാസമായിരിക്കും പരീക്ഷ. ജാനുവരി മാസമായിരിക്കും പരീക്ഷ നടക്കാനുള്ള സാധ്യത. ഓക്കെ, അതായത് ഡിസംബർ 13 വരെ ഇലക്ഷന്റെ കാര്യങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ പരീക്ഷകൾ നടക്കുകയാണ്. അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് ഈ ഒരു എക്സാം നടത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ക്രിസ്മസും വെക്കേഷനും ഒക്കെ ആയി വരും. അപ്പൊ ജനുവരിയിലാണ് നമുക്ക് പരീക്ഷ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. ജനുവരിയിലായിരിക്കും നമ്മുടെ പരീക്ഷ നടക്കാനുള്ള സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഏകദേശം എന്താണ് ഓരോ ആഴ്ച ഗ്യാപ്പിൽ പരീക്ഷ നടക്കും. അല്ലെങ്കിൽ ചില എക്സാമുകളൊക്കെ കോമൺ എക്സാം ആയിട്ട് നടത്തും. ഏതാണ്, കോമൺ ടെക്സ്റ്റ് ആയിട്ട് ചില പരീക്ഷകൾ നടത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ജനുവരി മാസം കോമൺ ടെസ്റ്റ് ആയിട്ടും എല്ലാതെയും പരീക്ഷകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ജനുവരിയിലാണ്. നമുക്ക് സിലബസ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു മാസം സിലബസ് വരും. കാരണം ഒരു മാസം പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 1.5 മാസം മുന്നെയാണ് സാധാരണഗതിയിൽ ഈ ഒരു സിലബസ് വരുന്നത്. സിലബസ് നമുക്ക് ഈ ഒരു മാസം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആഴ്ച വരുമെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നു. പക്ഷെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല. ഇനി നമുക്ക് എന്താണ്, പെട്ടെന്ന് തന്നെ സിലബസ് വരുമെന്ന്, ജനുവരിയിൽ പരീക്ഷ ഉണ്ടെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി സിലബസ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, സിലബസ് നമുക്ക് ഓൾറെഡി പഴയ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായാലും മലബാർ ദേവസ്വം ബോർഡിൻ്റെതായാലും സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ സിലബസിൽ വലിയ മാറ്റങ്ങൾ ഒന്നും വരാൻ സാധ്യതയില്ല. ആ സിലബസിൽ വലിയ മാറ്റങ്ങൾ ഒന്നും വരാൻ സാധ്യതയുള്ള LDCക്ക്, ഗുരുവായൂർ LDCക്ക് നടന്ന അതേ സിലബസ് തന്നെ ആയിരിക്കും എന്താണ് ഈ വരുന്ന LDC പരീക്ഷകൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ LGSനും ഈ ഒരു രീതിയിലുള്ള അതേ തന്നെയായിരിക്കാം. ഇംഗ്ലീഷ് നമുക്ക് വാച്ച്മാൻ ഉൾപ്പെടുത്തൂ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇംഗ്ലീഷ് സ്ട്രോങ് റൂം ഗാർഡനും ഇംഗ്ലീഷ് ഉണ്ടാവും, വാച്ച്മാൻ ഇംഗ്ലീഷ് ഉണ്ടാവുക എന്നുള്ളതും അങ്ങനെയുള്ള പ്യൂൺ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. ആ ഒരു കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഇത് നിങ്ങൾ പിന്നെ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാലും മതി. ബാക്കി എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ LDCയിൽ സയൻസ് ഉണ്ടാകുമോ, അതും പിന്നീട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. വലിയ മാർക്കൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള മുഴുവൻ വസ്തുതകളും നിങ്ങൾ പഠിച്ചെടുക്കുക. കാരണം മറ്റ് എന്താണ് 99% യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിലബസിൽ 99% ചേഞ്ചിന് സാധ്യത കുറവാണ്. ഈ ഒരു ഇംഗ്ലീഷും സയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുക എന്നല്ലാതെ മറ്റൊരു സാധ്യതയും അതിൽ മാറാനുള്ളതില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സിലബസ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠനം തുടങ്ങുക. കാരണം ഇനി അത്രയും മാസങ്ങളും ദിവസങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് പറയാമെങ്കിൽ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഈ ഒരു ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ഏറ്റവും മികവാർന്ന വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കൂ. ഓക്കെ, പല സൗജന്യ ക്ലാസ്സുകളും നമ്മൾ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ PYQ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് എക്സാം മോക്ക് ടെസ്റ്റ് പോലുള്ള ഒരു വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കും മറ്റെല്ലാ ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്താണ് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്യണമെന്ന രീതിയിൽ തന്നെ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന രീതിയിൽ തന്നെ. അതുകൊണ്ട് അത്തരം ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, മുടങ്ങാതെ വീഡിയോ കിട്ടാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലാണ് മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് അതിൽ കറന്റ് അഫയേഴ്സിന്റെ ഓഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ടതിന്റെ ഓഡിയോ ക്ലാസ്സുകൾ, പോൾ ക്വിസുകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട മെറ്റീരിയലുകൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുകയാണ്. അപ്പൊ കൃത്യമായി നമ്മുടെ കൂടെ നിൽക്കുക, നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് ബാച്ച് ഉണ്ട്. പെയ്ഡ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും മികച്ച രീതിയിലുള്ള പെയ്ഡ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയ്ഡ് ബാച്ച് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുവേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ CEE എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ആപ്പ് ലഭിക്കും. ആപ്പ് വഴി നിങ്ങൾക്ക് നമ്മുടെ എന്താണ് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയും പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണവും മനസ്സിലായി. പരീക്ഷ ജനുവരി ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. സിലബസ് ഗുരുവായൂരിന്റെ സിലബസ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.